1000 ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുന തന്നെയാണ്. ക്ലിപ്പാക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. അതല്ലേ ഞങ്ങൾക്ക് വേണ്ട? ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ്, എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, മാറി നിന്നോ, ഞങ്ങൾ പറഞ്ഞോളൂ. മുമ്പ് കഴിഞ്ഞു പോയ അഖ്താബികളൊക്കെ അവർ മരിക്കലോടുകൂടെ എന്തായാലും ക്യാൻസലായി, മരിച്ചതിന് ശേഷം ക്യാൻസലായി. ഇപ്പം മടവൂർത്തങ്ങൾ ഇപ്പോൾ കുത്തുബുല്ലാലെന്ന് പേര് പറയുമെങ്കിലും ഇപ്പോൾ അവരല്ലല്ലോ കുത്തുബുല്ലാലോ. മരിച്ചതിൻ്റെ ശേഷം അവർ മരിച്ചു കഴിഞ്ഞു. മരിച്ചതിൻ്റെ ശേഷം അവർക്ക് ഇങ്ങനെ ഈ കുത്തുബിനിക്കുള്ള നിയന്ത്രണം ഇല്ല. കുത്തുബിൻ്റെ നിയന്ത്രണം ഫുള്ളുള്ള നിയന്ത്രണമാണ്. ആ നിയന്ത്രണം മടവൂരിനില്ല. ഒരു വലിയ കഴിഞ്ഞു പോയ ഒരു കുത്തുബിനിക്കും അങ്ങനെയുള്ള നിയന്ത്രണമില്ല. ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം മരിച്ചുപോയ മടവൂരിന് ഒരു കാര്യം ചെയ്യാൻ പറ്റൂല, ആ മടവൂർ തങ്ങളോട് സഹായം തേടുന്നവർക്ക് സഹായം ചെയ്യാൻ കഴിയൂല എന്നല്ല. തസ്വരീഫ് എന്ന് പറയും. ആ തസ്വരീഫ് ഇല്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കരുത്. അത് മുഹീദി ശൈഖ് റളിയല്ലാഹു അൻഹുവിനും റിഫായി ശൈഖിനും മടവൂർ തങ്ങൾക്കും മമ്പുറം തങ്ങൾക്കും ഒക്കെ കഴിഞ്ഞുപോയ അഖ്താബിങ്ങൾക്കൊക്കെ ഉണ്ടാവും. അവരെ ഖബറിൽ അവർക്ക് അവരുടെ ബർസഖിയ ലോകത്ത് വെച്ച് അവർക്ക് പലതും ചെയ്യാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള കുത്തുബിൻ്റെ നിയന്ത്രണത്തിലല്ല അവർ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുത്തുബിൻ്റെ നിയന്ത്രണത്തിലല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി പലതും ചെയ്യാൻ കഴിയും. മുമ്പ് കഴിഞ്ഞു പോയ അഖ്താബിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും. അതിന് ഈ കുത്തുബ് നിലവിലുള്ള കുത്തുബിനോട് സമ്മതം തേടേണ്ട ആവശ്യം ഇല്ല. അവരല്ലാത്തവർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ നിലവിലുള്ള കുത്തുബിനോട് സമ്മതം ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മടവൂർ ശൈഖ് തീരെ ഒന്നും ഇപ്പോൾ നിയന്ത്രിക്കുന്നില്ല എന്നും ഞാൻ പറയുന്നില്ല. മടവൂർ ശൈഖ് അടക്കമുള്ള വലിയ ഔലിയാന് അവർക്ക് പലതും ചെയ്യാൻ കഴിയും. എന്നാൽ അവരല്ല ഇപ്പോൾ കുത്തുബ്. മരണത്തോടുകൂടെ ആ സ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മരണത്തോടുകൂടി അവസാനിക്കും. ചില ഔലിയാൻ്റെത് മരിക്കുന്നതിന് മുമ്പ് തന്നെ 1 വർഷം കൊണ്ടോ അല്ലെങ്കിൽ അര വർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 വർഷം കൊണ്ടോ ഒക്കെ അവസാനിക്കും. പല രീതിയിലാണ് അതുള്ളത്. എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫാക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, ലോകത്തിനെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞതിൽ ആ ലോകം എന്ന് പറഞ്ഞാൽ സാധാരണ ലോകം എന്ന് പറയാറുള്ളത് അള്ളാഹു അല്ലാത്ത സർവ്വത്തിനും ലോകം എന്ന് പറയും. ഇവിടെ കുത്തുബ് നിയന്ത്രിക്കുന്ന ലോകം എന്ന് പറഞ്ഞതുകൊണ്ട് വിവക്ഷിക്കുന്നത് അള്ളാഹു അല്ലാത്ത സർവ്വലോകം എന്നല്ല. ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത സർവ്വലോകങ്ങൾ എന്ന് അവിടെ അർത്ഥം. അതിൽ റസൂലുള്ളാഹി പെടും. ലോകത്തിനെ അള്ളാഹു നിയന്ത്രിക്കുന്നു. അള്ളാഹിനെ പറ്റി റബ്ബിൽ ആലമീൻ, ലോകത്തിൻ്റെ നാഥൻ, ലോകത്തിനെ നിയന്ത്രിക്കുന്നു എന്നാണ് ഫാത്തിഹയിൽ പറയുന്നത്. ആ ലോകം എന്ന് പറഞ്ഞതിൽ റസൂലുള്ളാഹി ഉണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്, മുഴുവൻ അമ്പിയാക്കന്മാരുണ്ട്, മുഴുവൻ ഔലിയാക്കന്മാരുണ്ട്. എന്നാൽ കുത്തുബിനെ സംബന്ധിച്ച് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞതിൽ അത് പലരും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും അത് വിശദീകരിക്കുന്നിടത്തും മനസ്സിലാക്കുന്നിടത്തും പല വാഗ്വാദങ്ങളും സംഭവിക്കുന്നത്. ഒരു കുത്തുബ് നിയന്ത്രിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ അത് ഇത്ര വലുപ്പമല്ല. ആ ലോകത്ത് കുത്തുബ് നിയന്ത്രിക്കുന്ന ലോകത്ത് ഒരൊറ്റ അമ്പിയ മുർസലീങ്ങളും പെടില്ല. മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ ആരും ആ ലോകം എന്ന് പറഞ്ഞതിൽ പെടൂല. കുത്തുബിൻ്റെ നിയന്ത്രണത്തിലല്ല അവരാരും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും കുത്തുബിൻ്റെ നിയന്ത്രണത്തിലല്ല എന്ന് ഉറപ്പല്ലേ. മാത്രമല്ല മുമ്പ് ആ സ്ഥാനത്തിരുന്ന ജീവിച്ചിരിപ്പുള്ളവരോ അല്ലാത്തവരോ ആയ ഒരൊറ്റ കുത്തുബും ഇപ്പോൾ നിലവിലുള്ള കുത്തുബ് ആ സ്ഥാനത്ത് എത്തുന്നതിൻ്റെ മുമ്പ് ആ സ്ഥാനത്തിരുന്നിരുന്ന ഒരൊറ്റ വലിയും ഒരൊറ്റ കുത്തുബും ഒരൊറ്റ ഗൗസും
ഇപ്പോൾ നിയന്ത്രിക്കുന്ന കുത്തുബിൻ്റെ നിയന്ത്രണത്തിലാകില്ല. അപ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ മുമ്പ് കഴിഞ്ഞ പോലെ ഒറ്റ കുത്തുബും പെടൂല. അപ്പോൾ മടവൂർ തങ്ങളാണ് റസൂലുള്ളാഹിനെ നിയന്ത്രിക്കുന്നതെന്ന് പറയാൻ പാടില്ല. മടവൂർ തങ്ങളാണ് മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പാടില്ല. മമ്പുറം തങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പാടില്ല. അങ്ങനല്ല അതിൻ്റെ അർത്ഥം. 18,000 ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുന തന്നെയാണ്. ക്ലിപ്പാക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. അതല്ലേ ഞങ്ങൾക്ക് വേണ്ട? ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ്, എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, മാറി നിന്നോ, ഞങ്ങൾ പറഞ്ഞോളൂ.